അപ്പോൾ ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഹോം സിക്ക് ആണെങ്കിൽ അലോ യുവർ സെൽഫ് ടു ഫീൽ ഇറ്റ്. നമ്മളത് ഫീൽ ചെയ്യുക, വേറെ ഒരു വഴിയില്ല. നമുക്ക് ഹോം സിക്ക് ആണെങ്കിൽ നമ്മളിങ്ങനെ ഹോം സിക്ക് അല്ല 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 എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവിടെ ഒരു കല്ലെടുത്ത് വെച്ച പോലെ നമുക്ക് ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മളത് ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ഹോം സിക്കാണ്, ഓക്കെ ഞാൻ ഹോം സിക്കാണ്, ഞാൻ വീട് മിസ് ചെയ്യുന്നത്, ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ. നമ്മൾ ഹോം സിക്ക് ആവുന്നത് കംപ്ലീറ്റ്ലി നോർമലാണ്. കാരണം നമ്മളെ വീട് ഇത്ര കാലം നമ്മൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഹോസ്റ്റലിലോട്ടൊക്കെ മാറുന്നവർക്കാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒത്തിരി കഷ്ടപ്പാടുണ്ടാവും. അപ്പോൾ ഹോം സിക്ക് ആവുന്നതിൽ യാതൊരു പ്രശ്നമില്ല. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, പാരൻസ് ആയിട്ട്, സിബ്ലിങ്സ് ആയിട്ട്, ഫാമിലി മെമ്പേഴ്സായിട്ട് സ്റ്റേ ഇൻ ടച്ച്. പക്ഷെ അത് വിചാരിച്ചിട്ട് ഫുൾ ടൈം അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ വിളിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ വീട്ടിലുള്ള അതേ ഒരു പോലെ ഉണ്ടാവുക. സോ അടുത്തത് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഒരു റൊട്ടീൻ ഉണ്ടാക്കുക. നിങ്ങളിവിടെ രാവിലെ എണീക്കുക, നിങ്ങൾ അതൊരു ടൈം ടേബിൾ പോലെ ഇന്ന സമയം ഇന്നത് പഠിക്കും, ഇത്ര സമയം ഇത് ചെയ്യും എന്നൊക്കെ ഉള്ള പോലെ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ മാക്സിമം എൻജോയ് ചെയ്യാം. അതായത് നമ്മൾ ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും ഹോം സിക്ക് ആവില്ല. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഹോം സിക്നെസ് കൂടുതൽ. ഹോം സിക്ക് ആകുമ്പോൾ നമുക്ക് അങ്ങനെ എല്ലാവരുടെ അടുത്തും ചെന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല. എന്നാലും നിങ്ങളെ തന്നെ ഫോഴ്സ് ചെയ്തിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ളത് ആരാന്ന് വെച്ചാൽ അവരായിട്ട് എപ്പോഴും കണക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ചിന്തിക്കുക, ഞാൻ എനിക്ക് വേണ്ടി, ഇതൊന്നും അത്ര എളുപ്പമല്ല കേട്ടോ. ഞാൻ പറയാം, ഇതൊക്കെ ഞാൻ ചിന്തിച്ചാൽ എത്ര വർക്കാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ്. നമ്മളിങ്ങനെ ഓക്കെ, ഞാൻ ആഗ്രഹിച്ചൊരു കാര്യത്തിനാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് എന്താ പറയുക, MBBS കിട്ടി. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് നീറ്റ് എഴുതിയാണ് നമ്മൾ കിട്ടിയത്. അപ്പോൾ അത് ആലോചിക്കാം. പിന്നെ അടുത്തത്, നമ്മളെപ്പോഴും നമ്മളെ എൻഗേജ്ഡ് ആയിട്ട് വെക്കുക. നമ്മൾ ഒന്നല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക, ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി സംസാരിക്കുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് നമ്മൾ ആലോചിക്കുക, ഇത് ആക്ച്വലി ബെറ്റർ ആവും വിത്ത് ടൈം. ഒരു കുറച്ച് ദിവസം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈമിനകത്ത് ഇത് ഓക്കെ ആവും. കാരണം പല പേരും, ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം, പല പേരും കോഴ്സ് ക്വിറ്റ് ചെയ്തവരെ എനിക്കറിയാം. പല പേരും ലൈക്ക് ഹോസ്റ്റലിൽ ഈവൻ സ്യൂസൈഡൽ അറ്റംപ്റ്റ്സ് നടത്തുന്നവരെ വരെ നമുക്കറിയാം. നമ്മൾ കേട്ടിട്ടുണ്ട്, ലൈക്ക് പറ്റാനിട്ട് ഹോം സിക്നെസ് വന്നിട്ട് അല്ലെങ്കിൽ കോഴ്സ് പറ്റാനിട്ട്. അപ്പം നിങ്ങൾ എന്തായാലും വിചാരിക്കുക, കുറച്ച് കാലം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ പിന്നെ നിങ്ങൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും. അതായത് നിങ്ങൾ ഹാപ്പി ആയിരിക്കും, അഡ്ജസ്റ്റ് ആയിരിക്കും എന്നല്ല, നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, comment and subscribe. Sheri, tata.